നമസ്കാരം. നമ്മുടെ കീറ്റോ റെസിപ്പി സീരീസിലെ അടുത്തൊരു തോരനായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും പറയും ഇലക്കറികൾ ധാരാളം കഴിക്കണം എന്ന്. ബിക്കോസ് അത് ഫൈബർ റിച്ച് ആണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇലക്കറികൾക്ക്. നിങ്ങൾക്കറിയാം, ഞാനതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലുള്ള ചീര അല്ലെങ്കിൽ ചുമന്ന ചീര, പച്ചച്ചീര ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് തോരൻ വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഉലുവ ചീരയാണ്. ഉലുവ ചീര എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. അത് നന്നായി കഴുകി വെള്ളത്തിലിട്ട് ചെറുതായിട്ട് അരഞ്ഞ് വെള്ളം വാലാൻ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഉലുവ ചീരയുടെ എന്താണെന്ന് വെച്ചാൽ അതിന് ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും, പക്ഷേ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ബട്ടറിലാണ് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളകായാലും മതി. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. കാന്താരി മുളകും തേങ്ങയും മഞ്ഞളും കൂടി ചേർത്ത് ചതച്ചെടുക്കുക. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായി കറിവേപ്പില, ഉണക്കമുളക്, ഉപ്പും കടുക്. ഇത് കൂടാതെ ഉപ്പും വെളിച്ചെണ്ണയും. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, മുളക്, കറിവേപ്പില വറുത്തിടാനായിട്ടിടാം. ചിലർ ഇലക്കറികളിൽ കറിവേപ്പില ചേർക്കാറില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. കാരണം കറിവേപ്പില എൻ്റെ കൂടെ കഴിച്ചാൽ എന്തുകൊണ്ടും ഗുണം തന്നെയാണ്. കടുക് പൊട്ടുമ്പോൾ പാത്രം ചെറുതായിട്ട് അടച്ചു വെച്ച് എല്ലായിടത്തും തെറിക്കണത് ഒഴിവാക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി അതിലേക്ക് മുളകും കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് ചൂടായി കഴിയുമ്പം ഓണിയനും കൂടി ഇട്ട് കൊടുക്കും. ഓണിയൻ അതിൽ കിടന്ന് നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ബട്ടറിൽ കിടന്ന് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ബട്ടറിൽ കിടന്ന് ഉള്ളി വഴറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലത് വഴറ്റുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നമ്മുടെ കിച്ചണിൽ മൊത്തം നല്ലൊരു സ്മെല്ല് വരും. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചീരയില ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമുക്കൊരു ശകലം ഉപ്പ് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചീര ഒതുങ്ങിപ്പോവും, അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച് ചീരയില ആഡ് ചെയ്ത് കൊടുക്കും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് താഴെ എടുക്കുള്ളൂ അത് വേവാനായിട്ട്. ചെറിയ തീയിലിട്ടാൽ മതി, അടച്ചിടേണ്ട ആവശ്യമില്ല. തണ്ട് മാത്രമേ ഒന്ന് വേവാനുള്ളൂ. ഇല പെട്ടെന്ന് വേവും. ഇതിനകത്ത് തണ്ടാണ് കൂടുതൽ കാണുന്നത്. ഇല പെട്ടെന്ന് വേവും. അപ്പോൾ അത് തുറന്നിട്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിലിടാം. അത് വേവാറാവുന്ന സ്റ്റേജിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും കാന്താരിമുളകും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചീര ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച് തേങ്ങ ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയി കഴിഞ്ഞു. ഉലുവ ചീരയുടെ തോരനാണ്. ഉലുവ ചീരത്തോരനോടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇത് നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് രാവിലെ എഗ് ഓംലെറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ എഗ് ഓംലെറ്റിൻ്റെ കൂടെ സൈഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം. എന്തായാലും മിക്കവാറും കീറ്റോയുടെ ഡെയിലി മെനു നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഇലക്കറി എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉലുവച്ചീരയുടെ ഗുണങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും അറിയാം. ഞാനിവിടെ പറഞ്ഞ വീഡിയോ നീട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്, ഉലുവ ചീര തോരൻ. അപ്പോൾ നമ്മളതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. നമുക്ക് കഴിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.